ഈശോയിൽ സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും കർത്താവായ ഈശോ മിശിഹായുടെ സമാധാനം നേരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 62-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ. അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ സങ്കേതം. സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തകൻ്റെ മനസ്സിലൂടെ കർത്താവ് ദൈവജനത്തോട് പറയുകയാണ്, ആരിലാണ് നിങ്ങൾ ശരണം വയ്ക്കേണ്ടത്? മാതാപിതാക്കൾ മക്കളിൽ ശരണം വയ്ക്കും, ചിലർ ലോകത്തിൽ ശരണം വയ്ക്കും. എന്നാൽ ദൈവം പറയുകയാണ്, നിങ്ങൾ എന്നും എപ്പോഴും ദൈവത്തിലാണ് ശരണം വയ്ക്കേണ്ടത്. നമ്മുടെ സുഹൃത്തുക്കളുടെ മുമ്പിലോ അയൽക്കാരുടെ മുന്നിലോ ഒന്നും നിങ്ങളുടെ ഹൃദയം തുറക്കാതെ ദൈവത്തിൻ്റെ മുന്നിൽ ഹൃദയം തുറക്കുക. നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു പറയുക. കാരണം അവിടുന്ന് നിന്നാണ് ആശ്വാസം ലഭിക്കുന്നത്. ദൈവത്തിൽ നിന്നാണ് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത്. ദൈവത്തിൽ നിന്നാണ് നമുക്ക് രക്ഷ കിട്ടുന്നത്. ഇതെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് എവിടെ നമുക്കൊരു സങ്കേതം ലഭിക്കും? നമുക്കറിയാം, മഴ പെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ നോക്കുന്നത് എങ്ങനെ മഴ നനയാതിരിക്കാൻ ഒരു ഇടം കിട്ടുമെന്ന്, ഒരു സങ്കേതം എവിടെ കിട്ടും എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഞാൻ ആരോട് എൻ്റെ ഹൃദയം തുറന്ന് സംസാരിച്ചാൽ, ഹൃദയം തുറന്ന് കാണിച്ചാൽ എനിക്ക് സഹായം എവിടെ നിന്ന് ലഭിക്കും എന്ന് ചിന്തിക്കുന്ന ഓരോ വ്യക്തികൾക്കും ദൈവം പറയുകയാണ്, നീ ദൈവത്തിങ്കിലേക്ക് നോക്ക്. നീ ദൈവത്തിൻ്റെ മുന്നിൽ നിൻ്റെ ഹൃദയത്തിൻ്റെ വിഷമങ്ങളും ആവശ്യങ്ങളും തുറന്നു കാണിക്ക്. അവിടുന്ന് നിന്നെ സഹായിക്കുകയും അവിടുന്ന് നിനക്ക് ഒരു സങ്കേതമായി മാറുകയും ചെയ്യും. ഇന്നത്തെ ദിവസം എല്ലാ ദൈവമക്കൾക്കും അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.